അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ നിതീഷ് കുമാറിന്റെയും JDUവിന്റെയും ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന രൂപത്തിൽ കൂടി കാണണ്ടേ? കാരണം 74 വയസ്സായി നിതീഷ് കുമാറിന്. അപ്പുറത്ത് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന നേതാവിന് 35 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ എത്രത്തോളം സജീവമായി പ്രസംഗിച്ചുകൊണ്ട് വോട്ടർമാരെ കയ്യിലെടുക്കാനൊക്കെ നിതീഷിന് കഴിയുന്നു എന്നുള്ളൊരു വിഷയമാണ് നിൽക്കുന്നു. നിതീഷിന് പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെ പരിഹാസ രൂപേണ RJD ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ JDU പിളരാനും ഒരു ഭാഗം RJDയിലേക്ക് ഒരു ഭാഗം BJPയിലേക്കൊക്കെ പോയാൽ പാർട്ടി തന്നെ ഇല്ലാതാകാനൊക്കെയുള്ള സാധ്യത എത്രത്തോളം അങ്ങ് കാണുന്നുണ്ട്? അത് വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ പോസിബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം നോക്കൂ, JDUവിൻ്റെ ആബ്സെൻസിൽ ഒരു കാരണവശാലും കേന്ദ്രത്തിൽ BJPക്ക് ഭരിക്കാൻ പറ്റില്ല. അലയൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് അലായിയാണ് JDU ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു. അവരുടെ രണ്ടുപേരുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം ഈ JDUവിൻ്റെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്ര മോശമായാലും അദ്ദേഹത്തിൻ്റെ ബാർഗെയിനിങ് പോയിന്റ് സെൻട്രലിലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പിടിവള്ളി. കാര്യം JDUവിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ JDUവിൻ്റെ മന്ത്രിസഭയിലുള്ള ആ പ്രസൻസ് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇവർക്ക്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വർഷങ്ങളായി അവർ ആഗ്രഹിക്കുന്നതാണ് ബീഹാറിലെ ഭരണം. അവർ അധികാരം പിടിക്കാനായിട്ട് നന്നായി നോക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഇപ്പം ഒപ്പീനിയൻ പോളുകൾ വരുന്നതനുസരിച്ച് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഇപ്പം BJP ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ ബീഹാറിലെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ പലപ്പോഴും ഒപ്പീനിയൻ പോളുകൾ തെറ്റുകയാണ് പതിവ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഇന്ന് ഞാൻ കണ്ട ഒരു റിപ്പോർട്ടിനകത്ത് 70% ഒപ്പീനിയൻ പോൾ ശരിയാകുന്ന സ്ഥലത്ത് ബീഹാറിൽ വന്ന് കഴിയുമ്പോൾ ഒരു 55% കൂടുതൽ ഒപ്പീനിയൻ പോൾ ശരിയാകാറില്ല. അപ്പം ആ ഒപ്പീനിയൻ പോൾ ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് വെച്ച് ഒരു സീറ്റിൻ്റെ ഒരു എക്സ്ട്രാപ്പൊളേഷൻ നടത്തിയാൽ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളുന്നുമില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, നിതീഷ് കുമാറിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉള്ളൊരു കാര്യമാണ്. കാര്യം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കണം. അദ്ദേഹത്തിന് JDUവും എന്നൊക്കെ പറയുന്നത് പോലും അദ്ദേഹത്തിന് സെക്കൻഡറി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, അദ്ദേഹത്തിന് ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ സീറ്റിൻ്റെ എണ്ണം കുറയുകയും എന്നാൽ BJP അദ്ദേഹത്തെ സ്നബ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ ഇപ്പുറത്ത് വരാൻ എപ്പോൾ വേണമെങ്കിൽ തയ്യാറാണ്. RJD കൂട്ടുകോ നമ്മൾ നേരത്തെ അത് കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ പോലും ഇതിനു മുമ്പ് അതെ, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്കൽ മെറ്റൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ BJP ശ്രമിക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് ശ്രമിക്കാൻ പറ്റുക, JDUവിന് കിട്ടുന്ന എത്ര BJP പിടിക്കുന്നു, JDUവിൽ നിന്ന് എത്ര അടർത്തി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ എന്ന് വെച്ചാൽ ഇവരെ അടർത്തി എടുത്തുകൊണ്ട് വന്നല്ല, ഇയാളുടെ പ്രസൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മന്ത്രിസഭ NDAക്ക് ഉണ്ടാക്കാൻ പറ്റൂ, BJPക്ക് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളൊരു ഇൻറ്റൻഷൻ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതാ പറഞ്ഞു, ഈ പറയുന്ന NDA എന്ന് പറയുന്ന അലയൻസ് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഭീകരമായി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നത്. പിന്നെ അപ്പുറത്തെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് ആണെങ്കിലും CPI, MLA ഇങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നൊരു അലയൻസ്, അതിനകത്ത് സംശയമില്ലാത്തൊരു കാര്യമുണ്ട്. RJDക്ക് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് ആർക്കും സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സംശയമില്ല. ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ നടക്കുന്നത് ഇപ്പുറത്താണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇവിടെ നേരത്തെ ദാമോദർ സാർ സൂചിപ്പിച്ചതുപോലെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാക്ടറുകളിലൊന്ന് ഈ പറയുന്ന പ്രശാന്ത് കിഷോറിൻ്റെയും ഒവൈസിയുടെയും പ്രസൻസ്. ആ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴും ഇപ്പം താങ്കളുടെ പറഞ്ഞ എന്താ, താങ്കളുടെ റിപ്പോർട്ടേഴ്സ് അവിടെ പോകുമ്പം അത് ജംഗിൾ പോലെയാണ് കിടക്കുന്നത്. അതാണ് അവസ്ഥ. ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ട്രേസസ് പോലും ഇല്ലാത്ത സ്ഥലമാണ് ബീഹാർ ഇപ്പോഴും. അതുകൊണ്ട് നമ്മൾ ബീമാരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ബീഹാറിൻ്റെ കാര്യമല്ലേ. അപ്പോൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം, അവിടുത്തെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാ രീതിയിലും മോശമായി കിടക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് നിതീഷ് കുമാറാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാര്യം RJDയിലേക്ക് മാത്രം അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും നടന്ന ഒരു ഇന്ത്യയാണ്. നമ്മളത് മറന്നു പോകരുത്. RJD ഭരിക്കുന്ന സമയത്ത് അത്രത്തോളം ഒരു ഫോസ്റ്ററിങ് എക്കണോമിക് സിറ്റുവേഷൻ ഇന്ത്യയിൽ ഇല്ല. ആ രീതിയിലല്ല കാര്യങ്ങൾ മുന്നോട്ട്. ഇപ്പം നോക്കൂ, എവിടെ നോക്കിയാലും കമ്പനികൾ, ഇപ്പോൾ തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, ഇവരൊക്കെ വളർന്നത് കഴിഞ്ഞ 20 വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് ചെയ്തത്. ആ പ്രോഗ്രസിൻ്റെ ഒരു ഷെയർ കൃത്യമായി ബീഹാറിലേക്ക് വൃത്തിയായി വന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിതീഷ് കുമാറിൻ്റെ പ്രശ്നം തന്നെയാണ്. നിതീഷ് കുമാറിന് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല.
ഈ രാജ്യത്തെ ഏത് സംസ്ഥാനം എടുത്തു നോക്കൂ, ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ 10-25 വർഷങ്ങളാണ്. അതിനകത്ത് സിംഹഭാവവും പൂർണ്ണമായ ഭാഗവും ഭരിച്ചിരിക്കുന്ന ഇദ്ദേഹമാണ്. എന്നിട്ട് ജംഗിൾ രാജിനെ കുറിച്ച് പ്രസംഗം നടത്തി മറ്റേവർ ജംഗിൾ രാജ് കൊണ്ടുവരും, അല്ലെങ്കിൽ അവരുടെ ഭരണം മോശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റില്ല. എന്തൊക്കെ ന്യൂനതകൾ ബീഹാറിന് ഇപ്പോൾ ഉണ്ടോ, എന്തൊക്കെ ന്യൂനതകൾ ഇപ്പോൾ ബീഹാറിനുണ്ടോ, ആ ന്യൂനതകൾക്ക് നല്ല ശതമാനം ഭാഗത്തിൻ്റെയും റീസൺസ് ഇദ്ദേഹം തന്നെയാണ്. അത് നമ്മൾ മറന്നു പോകരുത്, അതൊരു കാര്യമാണ്. അടുത്തൊരു പോയിന്റ്, അതെനിക്കൊന്ന് വളരെ റെലവൻ്റ് ആയിട്ടൊരു പോയിന്റാണ്. ഈ ഇലക്ഷൻ സാധാരണഗതിയിൽ വിന്നിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നതും മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. നമ്മൾ സാധാരണ ഇത് മത്സരിക്കും, നമ്മൾ ജയിക്കും, ആൾക്കാർ അധികാരത്തിൽ വരും. പക്ഷെ അതിനു മുമ്പ് കൃത്യമായി ബി ജെ പിയുടെ ഒരു മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ അവർ വളരെ മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതിപ്പം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് SITയുടെ കാര്യം നമ്മൾ കണ്ടു. ഈ പറയുന്ന ഓരോ ഘട്ടങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, വിമൻ വോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നോക്കൂ, മൈഗ്രേറ്റ് ചെയ്ത് പോയവരെയെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അപ്പുറത്ത് റെസിഡന്റ് ആയോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് ആൾക്കാരെ ലിസ്റ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തു. കാര്യം എന്താണെന്നറിയോ, അവിടുത്തെ ഇന്ന് പ്രണവ് റോയ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർ വോട്ട് ചെയ്യുന്നത് RJDക്കാണ്. അതേ സ്ഥാനത്ത് സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നത് NDA അലയൻസിനാണ്. സ്ത്രീകളുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുക ഇവർക്കാണ്. അവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുസ്ലിംസ് അല്ലെങ്കിൽ ലോവർ സ്ട്രേറ്റിലുള്ള സൊസൈറ്റിയിലുള്ളവർ, ഇവരാണ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഈ മാനേജിങ് ദ ഇലക്ഷൻ എന്ന് പറയുന്നത് അത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണ്. അവർ എല്ലാ കാര്യത്തിനും എല്ലാ ഇടപാടുകളും അവർ നോക്കുമെന്നുള്ളത് ഒന്ന് ഒറ്റ പോയിന്റിൽ പറഞ്ഞ് ഈ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. ഒരു അഡ്വാൻറ്റേജ് ഈ പ്രാവശ്യം ഉണ്ടായത്, നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഏറ്റവും സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന കളി കമ്മ്യൂണൽ കാർഡാണ്. അവർ കളിക്കുന്ന കമ്മ്യൂണൽ കാർഡാണ്. കാസ്റ്റ് കാർഡ് കളിക്കുന്ന ആൾ ഈ പറയുന്ന ബീഹാറിലെ നിതീഷ് കുമാറാണ്. കമ്മ്യൂണൽ കാർഡും കാസ്റ്റ് കാർഡിനും ഒക്കെ ഉപരി, അതൊക്കെ നടന്നിട്ടില്ലെന്നുള്ളതല്ല, ഉപരി ഇവർക്ക് NDA അലയൻസിന് നറേറ്റീവ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവരാണ് നറേറ്റീവ് സെറ്റ് ചെയ്യുക. അങ്ങനെ ഈ പറയുന്ന നിതീഷ് കുമാറിനും അല്ലെങ്കിൽ NDA അലയൻസിന് അവിടെ ഒരു ഗ്രാൻഡ് നറേറ്റീവ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണം ചെയ്യാറുള്ളത് പോലെ വലിയ വികസനത്തിന്റെ വലിയ നേട്ടങ്ങളുടെ പട്ടിക എടുത്തു പറയാനില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പോഴും 20 വർഷം മുൻപത്തെ ജംഗിൾ രാജാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്.